അതിശൈത്യത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന അമേരിക്കയിൽ 5 മരണങ്ങൾ കൂടെ റിപ്പോർട്ട് ചെയ്തു. ശക്തമായ ശീതകാല കൊടുങ്കാറ്റിലും മഞ്ഞുവീഴ്ചയിലും അമേരിക്കയിൽ 23 സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിലും ഈ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൂസിയാനയിൽ ഹൈപ്പോതെർമിയ ബാധിച്ച് 2 പേർ മരിക്കുകയും ചെയ്തു. ആകെ മരണപ്പെട്ടവരുടെ എണ്ണം അതോടെ 9 ഉയരുകയും ചെയ്തു. കാലാവസ്ഥ രൂക്ഷമായതോടെ വൈദ്യുതി വിതരണം മൊത്തം തകരാറിലായി. 10 ലക്ഷം പേർക്ക് വൈദ്യുതി നഷ്ടമായിട്ടുണ്ട്. 13,000-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അരിസോണ സംസ്ഥാനം മുതൽ അമേരിക്കയുടെ പകുതിയിൽ അധികം ഭാഗങ്ങൾ രൂക്ഷമായ കാലാവസ്ഥയുടെ പിടിയിലാണ്. കനത്ത മഞ്ഞുവീഴ്ചയും ഐസ് മഴയും രൂക്ഷമായതോടെ ജനജീവിതം ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. പ്രധാന റോഡുകളിലെല്ലാം അപകടകരമായ വിധത്തിൽ മഞ്ഞുവീഴ്ച തുടരുകയാണ്. ഏകദേശം 180 മില്യൺ ആളുകളെ മഞ്ഞുവീഴ്ച ബാധിക്കുമെന്നാണ് നാഷണൽ വെതർ സർവീസ് അറിയിക്കുന്നത്. ചരിത്രപരമായ കൊടുങ്കാറ്റെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സൗത്ത് കരോലിന, വിർജീനിയ, ടെന്നസി, ജോർജിയ, നോർത്ത് കരോലിന, മേരിലാൻഡ്, കെൻഡക്കി, ലൂസിയാന, ഇൻഡ്യാന, വെസ്റ്റ് വിർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലെ അടിയന്തര ദുരന്ത പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ചെയ്തു. ലൂസിയാന, മിസിസിപ്പി, ടെന്നസി എന്നീ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ മഞ്ഞുപാളികൾ ഉറഞ്ഞുകൂടുന്നത് മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ തകരാനും കാരണമാകുന്നുണ്ട്. ഇതൊരു ചുഴലിക്കാറ്റിന് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കടുത്ത ഐസിംഗ് ഭീഷണി നേരിടുന്നത്. സർക്കാർ കാര്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതുകൊണ്ട് റോഡപകടങ്ങൾ കാര്യമായ രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞതായും റിപ്പോർട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ ശൈത്യവും മഞ്ഞുമൊക്കെ മിക്ക വർഷങ്ങളിലും ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്നാലും ഈ വർഷത്തെ ശൈത്യത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. മഞ്ഞുവീഴ്ചയും തണുപ്പും കുറഞ്ഞാലും ഉറഞ്ഞുകൂടിയ ഈ ഐസ് ഉരുകാൻ സമയം എടുക്കുന്നതിനാൽ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കും. ശനിയാഴ്ച തുടങ്ങിയ മഞ്ഞുവീഴ്ച അടുത്ത തിങ്കളാഴ്ച വരെ തുടരും എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ അമേരിക്കയിൽ ഒരു വിമാനം തകർന്നു വീണു. മെയ്നയിലെ ബംഗോർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 8 യാത്രക്കാരുമായി പറന്നുയർന്ന ഒരു സ്വകാര്യ വിമാനമാണ് തകർന്നു വീണത്. പറന്ന് ഉയർന്ന ഉടനായിരുന്നു അപകടമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇവർ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സംശയം. ബോംബാർഡിയർ ചലഞ്ചർ 650 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചിടുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് തീ പിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അധികൃതരും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അറിയിച്ചിട്ടുണ്ട്. ഹൂസ്റ്റൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള വിമാനമാണ് തകർന്നു വീണത്. പറന്നുയർന്ന വിമാനം ഹിമപാതത്തിൽ അകപ്പെട്ട് തകർന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കടുത്ത ശൈത്യം തുടരുന്നാൽ സാധാരണ നിലയിലേക്ക് ജനജീവിതം മടങ്ങാൻ ദിവസങ്ങൾ ഇനിയും എടുത്തേക്കും. സർക്കാർ പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്.